നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അതിൻ്റെ സീമകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ദീർഘകാലമായി ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രംപിൻ്റെ പ്രതിഷേധവും ഇന്ത്യയോടുള്ള ആ അപഹാസ്യമായിട്ടുള്ള നടപടിയും ചോദ്യം ചെയ്യുന്നതിന് തയ്യാറാകാത്ത രീതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ അവരുടെ പ്രവർത്തനം വ്യക്തി താൽപ്പര്യങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത് ആരാണ്? അത് കോൺഗ്രസ് ആണോ? അത് BJP ആണോ? അത് ജനതാദളാണോ? അതല്ല ആം ആദ്മി പാർട്ടിയാണോ? അല്ലെങ്കിൽ ഇടതുപക്ഷ സഖ്യമാണോ എന്നൊന്നും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി മുന്നോട്ട് പോകുന്ന, ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏത് സന്ദർഭങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്നൊരു ജനവിഭാഗം ഉള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിൽ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു ജനവികാരം ഉയർന്നു വരികയും ഈ രാജ്യത്ത് ആകമാനം അമേരിക്കൻ വിരുദ്ധ പോരാട്ടങ്ങളും പ്രചരണങ്ങളും നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ അത് ചത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ്, അത് ഫ്രീസായിട്ടുള്ള അല്ലെങ്കിൽ ഡെഡായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്, ഡെഡ് എക്കോണമിയാണ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ അതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി കടന്നു വരാൻ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനവും തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് അമേരിക്കൻ വിരുദ്ധ ആ പോരാട്ടങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്നുള്ള ആ ഒരു താല്പര്യക്കുറവ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ഇവിടെ നിന്നും അധിനിവേശത്തിൻ്റെ ഭാഗമായി, കുടിയേറ്റത്തിൻ്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ തേടിപ്പോകാൻ എന്ന ഒരു വ്യാജേന ഈ ഇന്ത്യയിൽ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കുടിയേറി പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധനവ് അത് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തെയും ഒപ്പം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള വിദേശ രാജ്യങ്ങളുടെ നിലപാടിനെയും എല്ലാം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായി വന്നു ചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ത്യക്കെതിരായി അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായിട്ട്, ഇന്ത്യയുടെ നയങ്ങൾക്കെതിരായിട്ട് എല്ലാം ഒരു വിദേശ രാജ്യം, അമേരിക്കയെ പോലുള്ള ഒരു ബൂർഷ്വാ കുത്തക മുതലാളി രാജ്യം പ്രതികരിക്കുമ്പോൾ അതിനെതിരെ ഒരു പോസ്റ്റ് നടത്തുന്നതിന് വേണ്ടി പോലും തയ്യാറാകാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇന്ന് ഈ ഇന്ത്യയുടെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ ഇതിനെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള നയസമീപനങ്ങളും അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുമായി അവർക്ക് ഉണ്ടായിട്ടുള്ള ചങ്ങാത്തവുമൊക്കെ ഇതിനൊരു കാരണമായി വന്നിട്ടുണ്ടാവാമെങ്കിലും ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനെ അപഹസിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കാർഷിക മേഖല തുറന്നു കൊടുക്കണം, ഇന്ത്യയുടെ വ്യാവസായിക മേഖലയും വാണിജ്യ മേഖലയും ഒപ്പം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമെല്ലാം അത് അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള തീരുമാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന വസ്തുതകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള 50% വരുന്ന നികുതി ബാധ്യതകൾ, നികുതി വർധനവ്, അത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന നീക്കമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങൾ തേടേണ്ടതിന് പകരം ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഉള്ള ഉച്ചകോടിയും അതുപോലെ അവരോടൊപ്പമുള്ള സമാഗമങ്ങൾക്കും വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. നമുക്കറിയാം രാജ്യത്തെ മത്സ്യസമ്പത്ത് കയറ്റുമതി ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളതും അതിന് ഏറ്റവും കൂടുതൽ
ഈ മത്സ്യങ്ങൾ കഴിക്കുന്നതിന്, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിനുള്ള ഏറ്റവും വിപണി അമേരിക്ക മാത്രമാണ്. കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ പ്രത്യേക കാലാവസ്ഥയിൽ മത്സ്യസമ്പത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ല. അവിടെ ഉള്ളത് ചിക്കനും മട്ടനും അടക്കമുള്ള, ബീഫും അടക്കമുള്ള ആ തണുത്ത് വിറങ്ങലിച്ച് പോകുന്ന ക്ലൈമറ്റുള്ള ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പക്ഷേ മറിച്ച് അമേരിക്കൻ ഐക്യനാടുകൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ മത്സ്യസമ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെയാണ് റബ്ബറിൻ്റെ കാര്യവും. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ ഉയർന്ന തീരുവ തുണിത്തരങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആസാം, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും ഒപ്പം മറ്റു നമ്മുടെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം വളരെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അമേരിക്കയുമായുള്ള വിഷയം പറഞ്ഞു പരിഹരിക്കുന്നതിന് ഒപ്പം തന്നെ പകരം വേണ്ട പ്രദേശങ്ങൾ, നമുക്കുള്ള വിപണികൾ തുറന്ന് കിട്ടുന്നതിന് വേണ്ട നടപടികളുമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ ട്രംപ് ഇന്ത്യയെ അധിക്ഷേപിച്ചതിനെതിരായി ഇന്ത്യയിലെ പ്രതിപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ത് പ്രവർത്തനമാണ്, അല്ലെങ്കിൽ എന്ത് പ്രതിരോധ പ്രവർത്തനമാണ്, പ്രതിഷേധ പ്രകടനങ്ങളാണ് ഈ രാജ്യത്ത് നടത്തിയതെന്നറിയാനുള്ള ബാധ്യത കൂടി ഇവിടുത്തെ വോട്ടർമാർക്കും ജനങ്ങൾക്കുമുണ്ട് എന്ന കാര്യം മറക്കണ്ട. കാരണം അമേരിക്ക 1998 ഇന്ത്യയിലെ അണ്വായുധ പരീക്ഷണത്തിനെതിരായിട്ട് നടത്തിയ ഉപരോധം, ആ ഉപരോധത്തിന് വളരെ കർശനമായും ശക്തമായും നേരിട്ട ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നതുകൂടി ഇവിടുത്തെ ആളുകൾ ഓർമ്മിക്കണം. അപ്പോൾ വളരെ വർഷങ്ങൾ 2098 ശേഷം 2025 എത്തുമ്പോൾ അമേരിക്കൻ വിരുദ്ധ ആ ഒരു പോരാട്ടത്തിന് ഊർജം പകരുന്നതിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എത്രത്തോളം ജനങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം കൂടിയായി മാറും എന്നതാണ് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയേണ്ടത്.